വെൽക്കം ടു യൂട്യൂബ് ചാനൽ. ഇത് പാർട്ട് 2 ആണ് കേട്ടോ. പാർട്ട് 1 ഞാൻ മുന്നേ ഇട്ടിട്ടുണ്ട്, കാണാത്തവർ തീർച്ചയായിട്ടും കാണണേ. ഞങ്ങൾ ഡൽഹിയിലെത്തിയ രണ്ടാമത്തെ ദിവസമാണ് കേട്ടോ ഇത്. ഡൽഹിയിൽ നമ്മൾ പോയ സ്ഥലങ്ങളും കുറച്ച് കാര്യങ്ങളും അവിടുത്തെ എക്സ്പീരിയൻസൊക്കെ നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് ഇനി വരാൻ പോകുന്ന വീഡിയോസ് ഒന്നും മിസ്സാക്കാതെ എല്ലാവരും കൂടെ കുടിക്കോ. അങ്ങനെ നമ്മൾ റെഡി ആയിട്ടോ. 24 മണിക്കൂറത്തേക്കായിരുന്നു റൂം. പക്ഷെ നമ്മൾ 24 മണിക്കൂർ നിന്നില്ല. 11 മണിക്ക് ഇറങ്ങണം. നമ്മൾ രാവിലെ ഒരു 8 മണിയൊക്കെ ആയപ്പം റൂം വെക്കേറ്റായി. ബ്രേക്ക്ഫാസ്റ്റ് തലേ ദിവസം ഓർഡർ ചെയ്തിരുന്നതാണ്, പക്ഷേ സമയത്ത് നടന്നില്ല. പിന്നെ നമ്മൾ വിചാരിച്ചു ഇനിയിപ്പം അത് വന്ന് കഴിച്ച് പോകുന്നത് ലേറ്റ് ആയതിനേക്കാളും പുറത്തുനിന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു. ട്രിവാൻഡ്രം വഴുതക്കാട് എന്നൊക്കെ ആളുണ്ടായിരുന്നു, പക്ഷെ നമ്മൾ നേരിട്ട് കണ്ടില്ല. നമ്മൾ കോൾ ചെയ്ത് സംസാരിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ അവർക്ക് ഏത് റൂമെന്ന് അറിയത്തില്ല. നമ്മളെ റൂം 3ാമത്തെ നില എന്തോ ആയിരുന്നു. പിന്നെ സ്റ്റെപ്പ് ഇറങ്ങിയും കയറേണ്ടെന്ന് ചോദിച്ച് ലിഫ്റ്റിൽ പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ലിഫ്റ്റ് വെയിറ്റ് ചെയ്ത് നിൽക്കുകയായിരുന്നു. ഒന്നും അറിയാത്തടുത്ത് ചെന്നിട്ട് നമുക്ക് ഇതെങ്കിലും കിട്ടിയില്ലേ എന്നുള്ളൊരു സമാധാനമായിരുന്നു കേട്ടോ. കുഴപ്പമില്ല, റൂമൊക്കെ നല്ല ക്ലീൻ ആയിരുന്നു. നിങ്ങൾക്ക് ആർക്കെങ്കിലും പോകണമെങ്കിൽ ഇത് എടുത്താൽ മതി. ഇത് ഹോട്ടൽ എവർഗ്രീൻ എന്നാണ്, നെറ്റിൽ സെർച്ച് ചെയ്താൽ കിട്ടും. അങ്ങനെ നമ്മുടെ ലിഫ്റ്റ് എത്തി. ലിഫ്റ്റ് ഉണ്ടല്ലേ, എല്ലാം ഒരു തട്ടിക്കൂട്ട് സെറ്റപ്പ് ആയിരുന്നു കേട്ടോ. റെയിൽവേ സ്റ്റേഷൻ. ഭാഗ്യത്തിന് പുറത്തൊരു ഓട്ടോ ഉണ്ടായിരുന്നു, ഞങ്ങളങ്ങനെ അതിൽ കയറി. ആഗ്ര കണ്ട് റെയിൽവേ സ്റ്റേഷൻ വരെ 50 രൂപയായിരുന്നു കേട്ടോ ഓട്ടോ ചാർജ്. പക്ഷേ ഇയാൾ നമ്മളെ വഴിയിൽ ഇറക്കി വിട്ടോ എന്നൊരു സംശയം കേട്ടോ. കാരണം റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ വരെ എന്തായാലും ഓട്ടോ പോകുമല്ലോ. ഇയാൾ അവിടെ ഇറക്കിയിട്ടിട്ട് അങ്ങോട്ട് നടന്നാൽ മതി, അപ്പുറത്താന്നാണ് പറഞ്ഞത്. പിന്നെ നമ്മൾ ഇറങ്ങി നടന്നു. അവിടെ നേരെ റെയിൽവേ സ്റ്റേഷൻ എത്തിയിട്ട് നമ്മൾ ക്ലോക്ക് റൂം തപ്പി ഒത്തിരി നടന്നു കേട്ടോ. എല്ലാവരോടും ചോദിച്ചു അവിടെ എവിടെ നിന്നൊക്കെ പറയണുണ്ടോ ചോദിച്ചു, ഒരു ഐഡിയ ഇല്ല. അങ്ങനെ പിന്നെ നമ്മൾ കുറച്ച് നടന്നപ്പോൾ കിട്ടി, സംഗതി കണ്ടുപിടിച്ചു. അങ്ങനെ പിന്നെ ക്ലോക്ക് റൂമിൽ ബാഗ് വെച്ചിട്ട് നമുക്ക് പിന്നെ താജ്മഹൽ അതൊക്കെ കാണാൻ പോകാമെന്നാണ് പ്ലാൻ. ഇതാകുമ്പോൾ ഇവിടെ ഇരിക്കുമല്ലോ. ഓരോ ബാഗിൽ 20 രൂപ വെച്ചായിരുന്നു കേട്ടോ ചാർജ്. അങ്ങനെ നമ്മളതവിടെ വെച്ചു. ചോക്കൊക്കെ ഇട്ടാൽ നമ്പറൊക്കെ എഴുതണം, അവരൊരു സ്ലിപ്പ് തരും. ഇതിൽ കിടക്കുന്ന നമ്പർ നമ്മുടെ ബാഗിലൊക്കെ എഴുതി വെച്ചിട്ടാണ് പോയത്. ഇത് മറക്കാതെ കൊണ്ടുവരണം കേട്ടോ തിരിച്ചു വരുമ്പോഴും. വെളിയിൽ ഇറങ്ങിയിട്ട് വീഡിയോസ് കുറേ മിസ്സായി കേട്ടോ. കാര്യം എല്ലാവരും കൂടി നമ്മുടെ ചുറ്റും നടക്കും. അവിടെ പോയി ഇവിടെ ഓട്ടോയ്ക്ക് ഇത്ര ചാർജ് വാ, ഫുൾ കാണിച്ചുതരാം അത് ഇതെന്ന് പറഞ്ഞിട്ട് ഫുൾ നമ്മൾ പിറകെടുക്കും. അങ്ങനെ ലാസ്റ്റ് നമ്മൾ ഒരു ഓട്ടോ സെറ്റാക്കി കേട്ടോ. അങ്ങനെ പിന്നെ ഇതിൽ തന്നെ പോകാമെന്ന് വിചാരിച്ചു. എനിക്കും ചേട്ടനും കൂടെ 300 വെച്ചിട്ട് 600 രൂപയാണ് അവർ പറഞ്ഞ ചാർജ്. Money extra. Is that one? Mehta Park. ഓരോ കാര്യങ്ങളും പറഞ്ഞു തരുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ താജ്മഹൽ, റെഡ് ഫോർട്ട്, ആ ഒരു ടെമ്പിളാണ് ചൂസ് ചെയ്തത്. അവിടെ എല്ലാ ഓട്ടോക്കാരിലും ഇത് തന്നെ കേട്ടോ ഇരിക്കുന്നത്. ഈ ദിവസം നമ്മൾ കയറിയ ഓട്ടോക്കാരൻ്റെ ഇരുന്ന കാർഡാണ് കേട്ടോ. ആ ഓട്ടോക്കാരൻ നമുക്ക് 700 രൂപയ്ക്ക് 4ാമത്തെ ഇത് സെറ്റ് ചെയ്ത് തരാമെന്ന് പറഞ്ഞു. ഈ ബൈയെ 2 പേർക്കും കൂടി 600 രൂപയ്ക്കാണ് കേട്ടോ സെറ്റ് ചെയ്തത്. ഇതാണ് നമ്മുടെ ജമീൽ ബായി. ആളൊരു നല്ല മനുഷ്യനായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പേടിയായിരുന്നു, എങ്ങനെയായിരിക്കും ഓട്ടോക്കാരൊക്കെ എന്തൊക്കെയാണെന്ന് അറിയത്തില്ലല്ലോ നമുക്ക്. പക്ഷേ ഇയാൾ ഭയങ്കര പാവമായിരുന്നു. നമുക്ക് എല്ലാ സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്ന് ഓൾ ഓവർ ഭയങ്കര അടിപൊളിയായിരുന്നു. അങ്ങനെ നമ്മുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ എത്തി കേട്ടോ. തിരുപ്പതി ബാലാജി ടെമ്പിൾ. ഇവിടെയായിരുന്നു നമ്മുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ. ടെമ്പിളിൻ്റെ അകത്ത് വീഡിയോ അലൗഡ് അല്ല കേട്ടോ, അതുകൊണ്ട് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. ഞാനും ചേട്ടനും കൂടി കയറി ജസ്റ്റ് കുറച്ച് നേരം അതിൻ്റെ അകത്ത് നിന്നിട്ട് ഇറങ്ങി, അത്രയേ ഉള്ളൂ. വേറെ അതിൻ്റെ അകത്ത് പ്രത്യേകിച്ച് സംഭവങ്ങളൊന്നും ഇല്ലായിരുന്നു. അവിടുത്തെ പ്രസാദവും മേടിച്ച് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. ടെമ്പിളിൽ നമ്മൾ നേരെ പോയിട്ട് ഫുഡ് കഴിക്കാനാണ്. ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചിട്ടില്ലല്ലോ. ഭായ് നേരെ ഒരു റെസ്റ്റോറൻറ്റിൽ കൊണ്ട് ചവിട്ടി കേട്ടോ. അവിടെ നിന്ന് ഞാനിതാ റൊട്ടിയാണ് ഓർഡർ ചെയ്തത്. 2 റൊട്ടി, ചേട്ടൻ മസാല ദോശ. ഞാൻ കറിയൊന്നും മേടിച്ചില്ല, ചേട്ടൻ തന്നെ കറി എടുത്തായിരുന്നു. പക്ഷേ കറിയുടെ ആവശ്യമില്ലായിരുന്നു, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു, നല്ല ടേസ്റ്റായിരുന്നു. കറി ഇല്ലാണ്ട് തന്നെ ഞാനത് ഫുള്ള് കഴിച്ചായിരുന്നു. പിന്നെ എനിക്കൊരു കാര്യം പറയാനുണ്ട്. നിങ്ങൾ എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്തിട്ടാണോ കാണുന്നത്? അല്ലല്ലേ, എനിക്കറിയാം. എൻ്റെ വീഡിയോസ് 3/4 പേരും സബ്സ്ക്രൈബ് ചെയ്തേ കാണുന്നത്. അപ്പോൾ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത ബെല്ലൈക്കൺ അമർത്തി വെച്ചാൽ എൻ്റെ ബാക്കിയുള്ള വീഡിയോസ് ഞാൻ വഴിയേ ഓരോന്നും ഇടുന്നുണ്ട്, അതെല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതാണ്. അപ്പം ബെല്ലൈക്കൺ എല്ലാവരും അമർത്തി വെച്ചോ. നിങ്ങൾ ഇതുപോലെ ട്രിപ്പ് പോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ഡൽഹി ആഗ്രഹിക്കാൻ പോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഒരാൾക്കെങ്കിലും ഇതൊരു യൂസ്ഫുൾ വീഡിയോ ആയിരിക്കും കേട്ടോ. അപ്പം നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ. ഇനി നമ്മൾ നേരെ പോകണം താജ്മഹൽ കാണാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ താജ്മഹൽ കാണാൻ പോകണമെന്നുള്ളൊരു വെസ്റ്റ് ഗേറ്റ് തന്നെ പോകണം കേട്ടോ, എങ്കിലേ ഫ്രണ്ട് വ്യൂ കിട്ടത്തുള്ളൂ. പയ്യൻ നമ്മളോട് പറയുന്നുണ്ടായിരുന്നു കേട്ടോ, ഇവിടെ നിന്ന് ഷോപ്പിംഗ് ഒന്നും ചെയ്യണ്ട, പിന്നെ ഓരോ ഗൈഡ് വരും നമ്മുടെ താജ്മഹലിലെ ഓരോ കാര്യങ്ങളും പറഞ്ഞു തരാനായിട്ട്. അപ്പം അവരെ എടുക്കണ്ട, അവർക്ക് എക്സ്ട്രാ പേയ്മെൻറ്റ് കൊടുക്കേണ്ടി വരും, നിങ്ങൾ കണ്ടിട്ട് വന്നാൽ മതി, എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി എന്നൊക്കെ ബയ്യ പറയുന്നുണ്ടായിരുന്നു കേട്ടോ നമ്മളോട്. ആ പയ്യൻ നമ്മൾ ഇതുവരെ കൊണ്ടാക്കി കേട്ടോ. എന്നിട്ട് പറഞ്ഞു ഇന്ന വഴിയാണ്, ഇതുവഴി പോയാൽ മതി, ഓട്ടോ അവിടെ ഇട്ടടുത്തിന് ഇട്ടിട്ടുണ്ട്, നിങ്ങൾ എത്തുമ്പോൾ വിളിച്ചാൽ മതി എന്ന് പറഞ്ഞു. പിന്നെ നമ്മുടെ ചാർജർ, ഫോൺ അലൗഡാണ്, ചാർജർ, ഹെഡ്സെറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അലൗഡ് അല്ല കേട്ടോ. അപ്പോൾ ഞങ്ങളിതെല്ലാം നമ്മൾ വിശ്വസിച്ച് ആ ഓട്ടോയിലാണ് കൊടുത്തിട്ടുണ്ട്. അവർ കുഴപ്പമില്ല വെച്ചേക്കാന്ന് പറഞ്ഞ് പേടിക്കുകയേ വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ടാണ് കൊടുത്തിട്ട് പോയത്. അതെല്ലാം അപ്പോൾ ഓട്ടോയിലായിരുന്നു.
നമ്മൾ ഓൾറെഡി ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരാൾക്ക് 45 രൂപ വെച്ചായിരുന്നു. അപ്പോൾ നിങ്ങൾ വന്നാലും ഓൾറെഡി ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ട് വരണതായിരിക്കും ബെറ്റർ, ഇല്ലെങ്കിൽ ക്യൂവിൽ നിൽക്കേണ്ടി വരും. ബ്ലാക്ക് ഡ്രസ്സ് ഇട്ട ആൾക്കണ്ടില്ലേ, അയാൾ അവരെ പിറകെ നടക്കുക, അവിടുത്തെ ഹിസ്റ്ററിയൊക്കെ പറഞ്ഞു തരാമെന്നൊക്കെ പറഞ്ഞിട്ട് അവർ വേണ്ട എന്ന് കൈയിട്ട് കാണിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് നമ്മുടെ അടുത്ത് വന്നേട്ടോ, നമ്മളും അതുപോലെ വേണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെ കൂടുതൽ തത്തകളായിരുന്നു കേട്ടോ, ശരിക്കും തത്തകളുണ്ട്, സൗണ്ട് നിങ്ങൾക്ക് കേൾക്കാം. അങ്ങനെ നമ്മൾ കുഞ്ഞിൽ മുതൽ കേട്ടിട്ടുള്ള ഷാജഹാൻ നിർമ്മിച്ച താജ്മഹലിൻ്റെ മുമ്പിലെത്തിയിട്ടോ. ഒരിക്കലും വിചാരിച്ചില്ല താജ്മഹലൊക്കെ എൻ്റെ ലൈഫിൽ ഞാൻ കാണുമെന്ന്. ഈ ഒരു കവാടം കഴിഞ്ഞ് ഉള്ളിലോട്ട് പോകുമ്പോഴാട്ടോ താജ്മഹൽ വിസിബിൾ ആവണേ, കണ്ടല്ലേ. ഇപ്പോൾ സമയം 9:56. ഞാൻ വിചാരിച്ചത്ര തിരക്കൊന്നുമില്ലായിരുന്നു അവിടെ. ഞാനും ചേട്ടനും കൂടി പോയത് തേഴ്സ്ഡേ ആയിരുന്നു. ഫ്രൈഡേ ആരും പോകാമെന്ന് വിചാരിക്കണ്ട കേട്ടോ, ഫ്രൈഡേ താജ്മഹൽ ക്ലോസ്ഡ് ആണ്. താജ്മഹലിൻ്റെ ഫ്രണ്ടിൽ നിന്ന് കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തിട്ട് നമ്മൾ നേരെ പോയത് ബാക്ക് സൈഡിലാണ് കേട്ടോ. ഇതാണ് ബാക്ക് സൈഡ് വരുന്ന വ്യൂ. താജ്മഹലിൻ്റെ ഉള്ളിൽ കയറാനുള്ള ഓപ്ഷൻ ഉണ്ട് കേട്ടോ. അത് മുന്നേ ടിക്കറ്റ് ബുക്ക് ചെയ്യണ കൂട്ടത്തിൽ എടുത്താൽ മതി. 200 രൂപയാണ് അകത്ത് കയറാൻ. ഞങ്ങൾ അകത്ത് കയറിയില്ല. നമുക്ക് പോകാനുള്ള ടൈമും എല്ലാം കൂടെ വെച്ച് നോക്കുമ്പോൾ നമ്മൾ പുറത്ത് നിന്ന് കണ്ടിട്ട് ഇറങ്ങിയത്. അങ്ങനെ ഞങ്ങൾ നേരെ ഓട്ടോയിൽ കയറി കേട്ടോ, അടുത്ത ഡെസ്റ്റിനേഷനിൽ പോകാനായിട്ട്. ഇത് താജ്മഹലിൻ്റെ പുറത്തൊരു ഷോപ്പിൽ നിന്ന് മേടിച്ചതാണ്. ഇത് കണ്ടപ്പോൾ തന്നെ എനിക്കിഷ്ടമായി. ഇതിൻ്റെ പല മോഡലുകളുണ്ടായിരുന്നു, പക്ഷേ ഞാൻ ഇതാണ് എടുത്തത്. ഇതിൽ കൊടുത്തിട്ടുള്ള സ്ഥലങ്ങളൊക്കെ ഞാൻ പോയിട്ടുള്ളത് ബാംഗ്ലൂർ, മുംബൈ, ഡൽഹി, താജ്മഹലൊക്കെ. അപ്പം ഞാൻ വിചാരിച്ചു ഇതൊരു ഓർമ്മയ്ക്കായി ഇരിക്കട്ടെ എന്ന്. ഇവിടെ നമ്മൾ നേരെ കൊണ്ടുപോയത് ആഗ്രയിൽ 2-3 ഫേമസ് ഷോപ്പുകളിലാണ് കേട്ടോ. ഇതാണ് ആഗ്ര സ്വീറ്റ്സ്. ഇവിടെ നമ്മൾ കോക്കനട്ടിൻ്റെ ഒരു ഫ്ലേവറുള്ള ഒരു സ്വീറ്റ്സ് എടുത്തായിരുന്നേ. അത് കഴിഞ്ഞ് കയറി ഷോപ്പിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ. അവിടെ ലെതറായിരുന്നു, മറ്റേ ലെതർ ഫാക്ടറി ആയിരുന്നു കേട്ടോ. അവിടെ ചേട്ടനൊരു ജാക്കറ്റ് നല്ല ഇഷ്ടപ്പെട്ടായിരുന്നു. ബാർഗെയിൻ ചെയ്ത് നമുക്ക് അത്യാവശ്യം റേറ്റ് കുറച്ച് തരാമെന്ന് പറഞ്ഞതാണ്. അപ്പം ഞാനാ സമ്മതിക്കുന്നത്. ഞാൻ പറഞ്ഞു മറ്റേ സരോജിനി മാർക്കറ്റിൽ പോകുമ്പോൾ അവിടെ റേറ്റ് കുറച്ച് കിട്ടും, എടുക്കണ്ടെന്നൊക്കെ പറഞ്ഞു. പക്ഷേ അത് ഫാക്ടറി ആയിരുന്നു, ലെതറിൻ്റെ ഒറിജിനൽ ജാക്കറ്റ് ആയിരുന്നു. പക്ഷേ എടുത്തില്ല. അതിൻ്റെ വിഷമം നമുക്കിപ്പോഴും ഉണ്ട് എടുക്കാത്തതിൻ്റെ. നമ്മുടെ നാട്ടിലെ പട്ടികളെ പോലെയാണ് തോന്നുന്നത് കേട്ടോ. അവിടെ പന്നിയൊക്കെ കണ്ടില്ലേ, അവിടെ നിന്നൊരു വലിയ പന്നിയെ ഓടി വരുന്നു. പക്ഷേ ആർക്കും പേടിയൊന്നും ഇല്ല, അത് കൂളായിട്ട് നടന്ന് പോകുന്നുണ്ട്. ആ കടയുടെ അടുത്ത് എത്തിക്കപ്പോഴും ആരും അതിനെ നോക്കുന്ന പോലും ഇല്ല. അതിനുശേഷം ഞങ്ങൾ ആഗ്ര ഫോർട്ടിലാട്ടോ പോയത്. ഇതാണ് ആഗ്ര ഫോർട്ട്. കുറേ വീഡിയോസ് ഞാൻ ഷോർട്സ് ആട്ടോ എടുത്തേക്കണത്. ലോങ് വീഡിയോ എടുക്കാൻ അപ്പോൾ വിട്ടുപോയായിരുന്നു. ഇനി പറഞ്ഞിട്ട് എന്താ കാര്യമല്ലേ, നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കാണും. ഇത് സ്റ്റാർട്ടിങ് അല്ലേ, പോകെ ശരിയാവും അല്ലേ. ആഗ്ര ഫോർട്ടിൻ്റെ ഓൺലൈൻ ടിക്കറ്റ് റേറ്റ് എന്ന് പറഞ്ഞാൽ 35 രൂപയാണ് കേട്ടോ ഒരാൾക്ക്. ടിക്കറ്റ് എടുത്ത് എൻട്രിയുള്ള എല്ലാവരും ഞങ്ങൾ ഓൺലൈൻ തന്നെയാണ് കേട്ടോ എടുത്തത്. നിങ്ങളും അതുപോലെ ഓൺലൈൻ എടുക്കുന്നതായിരിക്കും ബെറ്റർ. അതാകുമ്പോൾ ക്യൂവിൽ നിന്നും ടൈമൊന്നും വേസ്റ്റ് ആവത്തില്ല. ഇവിടെ ഓരോ മുക്കിലും മൂലയിലും ഓരോ ഹിസ്റ്ററി ഉണ്ടായിരുന്നു കേട്ടോ പറയാനായിട്ട്. ഞങ്ങൾ കാണിച്ച മണ്ടത്തരം, ഇതിൻ്റെ അകത്തൊരു ഗൈഡിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നു, പക്ഷെ ഞങ്ങൾ സെലക്ട് ചെയ്തില്ലായിരുന്നു. ഗൈഡ് കൂടി ഉണ്ടായിരുന്നു, കുറച്ചുകൂടി ഒന്ന് കളർഫുൾ ആകുമായിരുന്നു എന്ന് പിന്നെയാണ് നമുക്ക് മനസ്സിലായത്. കൂടുതൽ വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. ഫോൺ സ്വിച്ച് ഓഫ് ആയിപ്പോയി. പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാൻ പോയപ്പോഴാണ് ചാർജിനിട്ടത് ഫോൺ. ആഗ്രയിലും ഡൽഹിയിലും പോയി കഴിച്ചതിൽ ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ബെസ്റ്റ് ഫുഡ് ഇവിടെയായിരുന്നു. ജമീൽ ഭായിയുടെ സജഷൻ ആയിരുന്നു കേട്ടോ ഈ റെസ്റ്റോറൻറ്റ്. നമ്മൾ മേടിച്ചത് ചിക്കൻ 65ഉം ഗീ റൈസും പിന്നെ ഒരു ഗ്രേവി പോലത്തെ എന്തോ സംഭവമായിരുന്നു കേട്ടോ. ഞങ്ങൾ മേടിച്ച റൈസ് എങ്ങനെയാണെന്ന് അറിയത്തില്ല, ഒരു ടേസ്റ്റ് കഴിച്ചപ്പോൾ ഇഷ്ടമായി. അങ്ങനെ നമ്മൾ വീണ്ടും ഒന്നും കൂടി മേടിച്ച് കഴിച്ചായിരുന്നു. ഫുഡ് അടിപൊളിയായിരുന്നു കേട്ടോ, നല്ല ഇഷ്ടമായി. ഇങ്ങോട്ടൊക്കെ വന്നിട്ട് നല്ല ഫുഡ് കിട്ടുമെന്നുള്ള ടെൻഷനായിരുന്നു കേട്ടോ നമുക്ക്. പക്ഷേ എല്ലാം നല്ല ഫുഡായിരുന്നു, കഴിച്ചതെല്ലാം അടിപൊളി ഫുഡുകളായിരുന്നു. ഇതാണ് റെസ്റ്റോറൻറ്റിൻ്റെ പേര്, ഡൽഹി ദർബാർ. അപ്പോൾ ആരെങ്കിലുമൊക്കെ പോകുന്നുണ്ടെങ്കിൽ കയറിക്കോ കേട്ടോ, നല്ല ഫുഡാണ്. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ വന്നത് ബസ് ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. 4 മണിക്ക് എന്തോ ആയിരുന്നു കേട്ടോ നമ്മുടെ ബസ്. ഇവിടെ നിന്ന് ഒരു 5-5.5 മണിക്കൂർ യാത്ര ഉണ്ടായിരുന്നു ഡൽഹിയിലെത്താനായിട്ട്. ഞങ്ങൾ ഡയറക്റ്റ് പോയി ടിക്കറ്റ് എടുത്ത് ഞങ്ങൾക്ക് 2 കൂടെ 1000 രൂപയാണ് കേട്ടോ ബസ് ടിക്കറ്റ് വന്നത്. അപ്പോൾ നിങ്ങൾ ഡയറക്റ്റ് എടുക്കാണ്ട് റെഡ് ബസ്സിൽ അങ്ങനെ ബുക്ക് ചെയ്യണതായിരിക്കും നല്ല ഓപ്ഷൻ. ഞങ്ങൾ 2 പേരും ഇവിടെ ആദ്യമായിട്ടായതുകൊണ്ട് ഒരു ഐഡിയ ഇല്ലായിരുന്നു കേട്ടോ. എവിടെയാണ് നല്ല ഫുഡുള്ളത്, എവിടെ നിന്ന് ബസ് ടിക്കറ്റ് എടുക്കേണ്ടത്, എങ്ങോട്ടാണ് പോകേണ്ടത്, വരേണ്ടത്, ഒരു ഐഡിയ ഇല്ലായിരുന്നു. എല്ലാത്തിനും താങ്ക്സ് പറയാനുള്ളത് ബയ്യായിരുന്നു കേട്ടോ. ഞങ്ങൾ എല്ലായിടം കൊണ്ടുപോയി. ഞങ്ങളുടെ ബസ് ടിക്കറ്റിന് വേണ്ടിയിട്ട് കുറേ കിടന്ന് ഓടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും, അതൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല. ആൾ നല്ല ആക്റ്റീവായിരുന്നു, നമ്മളോട് നല്ല കമ്പനി ഉണ്ടായിരുന്നു. പിന്നെ നമുക്ക് തോന്നി കേട്ടോ, ഈ ഓട്ടോ ഇതുപോലെ പിടിച്ച് വരണതായിരിക്കും നല്ലതെന്ന്. ഇല്ലെങ്കിൽ ഞങ്ങൾ വന്നിട്ട് പിന്നെ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ബസ് എവിടെയാണ്, ബസ്സിൽ നിന്ന് ഇറങ്ങി താജ്മഹൽ എങ്ങനെ പോവും, പിന്നെ അവിടെ നിന്ന് കയറി ആഗ്രയിൽ എങ്ങനെ പോവും, പിന്നെ എവിടെ ഫുഡ് കഴിക്കണം, ബസ് ടിക്കറ്റ് എവിടെ നിന്ന് എടുക്കണം, എവിടെ പോയി നിൽക്കണം, പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ ഈ റെയിൽവേ സ്റ്റേഷനിൽ ബാഗ് എടുക്കാൻ എങ്ങനെ വരും, അവിടെ നിന്ന് പിന്നെ നമ്മൾ ആ ബസ് സ്റ്റാൻഡിലോട്ട് എങ്ങനെ എത്തിക്കും എന്നൊന്നും ഒരു ഐഡിയ ഇല്ലല്ലോ. പോരാതിന് അതിന് നല്ല ടൈം എടുക്കും. ഞങ്ങളിതെല്ലാം കണ്ടുപിടിച്ച് വരുമ്പോഴത്തേക്ക് നല്ല ടൈം എടുക്കും. ബാക്കിയുള്ള ഓട്ടോക്കാർ ഇതുപോലെയാണെന്ന് അറിയത്തില്ല കേട്ടോ. പക്ഷേ ജമീൽ ഭായ് അടിപൊളിയായിരുന്നു. ആഗ്രാഖാണ്ട് റെയിൽവേ സ്റ്റേഷനിലെ ക്ലോക്ക് റൂമിലായിരുന്നു ഞങ്ങളുടെ ലഗേജ് എല്ലാം വെച്ചിരുന്നത്. അങ്ങനെ അത് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ തിരിച്ചു വന്നത്. സത്യം പറയാലോ, ചേട്ടന് ഒരു ടെൻഷനില്ലായിരുന്നു കേട്ടോ. ടെൻഷൻ ഫുള്ള് എനിക്കായിരുന്നു. അങ്ങനെ ആഗ്ര ഫുള്ള് അങ്ങ് സെറ്റായി. ഇനി അടുത്ത് ഡൽഹിയിൽ പോയി അവിടെ എങ്ങനെയാണ്. ഓൾറെഡി ഞങ്ങൾ ഡൽഹി എത്തുമ്പോൾ രാത്രിയാണ് കേട്ടോ എത്തുന്നത്. ഒരു 10-11 മണിക്ക് ടൈമിലാണ് ഡൽഹിയൊക്കെ എത്തുന്നത്. നൈറ്റല്ലേ, നമ്മുടെ നാടല്ലല്ലോ, ഡൽഹി അല്ലേ, അവിടെ പോയി എവിടെ സ്റ്റേ ചെയ്യും എങ്ങനെയാണെന്ന് ഒരു ഐഡിയ ഇല്ലല്ലോ. അതിൻ്റെ ടെൻഷനായിരുന്നു ഫുൾ എനിക്ക്. അങ്ങനെ ഞാൻ ബായോട് പറഞ്ഞപ്പോൾ ബായ അതിനും ഒരു പോംവഴി കണ്ടെത്തി തന്നായിരുന്നു.
ബായിയുടെ തന്നെ ഒരു ഫ്രണ്ട് ഷാഹിദ് എന്ന് പറഞ്ഞൊരു പുള്ളി അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. പുള്ളിക്കാരൻ തന്നെ കേട്ടോ നാളെ നമ്മൾ സൈറ്റ് സീയിങ് ഒക്കെ കൊണ്ടുപോകുന്നതും സ്റ്റേയും അവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓൾറെഡി ഞങ്ങളുടെ നമ്പർ ഉണ്ടായിരുന്നെങ്കിലും വീണ്ടും ഒരു പേപ്പറിൽ എഴുതുന്നു കേട്ടോ, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചാൽ മതി വെച്ചേക്കെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ നമ്മൾ അവർക്ക് നന്ദിയും ബൈക്ക് പറഞ്ഞിട്ടാട്ടോ ഇറങ്ങിയത്. പിന്നെ നമ്മൾ ബസ് ബുക്ക് ചെയ്തെടുത്ത് തന്നെ നമ്മൾ വീണ്ടും കൊണ്ടിറക്കി. അതിൻ്റെ ഓപ്പോസിഷനായിരുന്നു ബസ് പാർക്ക് ചെയ്തിട്ടിരുന്നത്. അവിടെ നിന്ന് പിന്നെ നമ്മൾ നേരെ ബസ്സിലോട്ട് കയറി. പറഞ്ഞതിൽ നിന്നും ബസ് ലേറ്റായിട്ടാണ് കേട്ടോ എടുത്തത്. അവിടെ നിന്ന് പിന്നെ ഡൽഹിയിലോട്ട് യാത്രയായി. ലാസ്റ്റ് സ്റ്റോപ്പ് എത്തി ഇറങ്ങിക്കോ എന്ന് പറഞ്ഞപ്പോഴാണ് നമുക്ക് 8ൻ്റെ ഒരു പണി കിട്ടിയത് കേട്ടോ. നമ്മൾ തന്നെ ഞെട്ടി. സംഭവത്തിൽ ഡൽഹി അല്ലായിരുന്നു, നിസാമുദ്ദീൻ ആയിരുന്നു. എല്ലാ ബസ്സും നിസാമുദ്ദീനാണോ നിർത്തുന്നതെന്ന് അറിയത്തില്ല കേട്ടോ, പക്ഷേ നമ്മൾ ടിക്കറ്റിൽ ഡൽഹി എന്നാണ് എഴുതിയിരുന്നത്. നിസാമുദ്ദീൻ ഡൽഹി വരെ പിന്നെ 24 കിലോമീറ്റർ ഉണ്ടായിരുന്നു. നിസാമുദ്ദീൻ ഇറങ്ങിയിട്ട് പിന്നെ ജമീൽ ഭായ് പറഞ്ഞ ആളെ വിളിച്ചായിരുന്നു. നമ്മൾ സംസാരിച്ച ആൾക്ക് നമ്മൾ മനസ്സിലായിരുന്നു. പക്ഷേ ആൾക്കാണെങ്കിൽ ഹിന്ദി ഒഴികെ വേറെ ഒരു ലാംഗ്വേജും അറിയത്തില്ല, നമുക്കാണെങ്കിൽ ഹിന്ദി അറിയത്തില്ല. അങ്ങനെ നമ്മൾ പരിചയപ്പെട്ടതാട്ടോ ഈ ഓട്ടോക്കാരനും ഷാഹിദ് ഭായിയും കൂടി സംസാരിച്ചിട്ടാണ് പിന്നെ നമ്മൾ ആ ഷാഹിദ് ഭായിയുടെ അടുത്ത് എത്തിക്കുന്നത്. അങ്ങനെ ഫുൾ ട്വിസ്റ്റ് ആയിരുന്നു. എനിക്ക് ചെറിയൊരു പേടി ഉണ്ടായിരുന്നു കേട്ടോ, ഇനി മറ്റേ ആൾ പറയുന്ന അടുത്ത് തന്നെ ഇയാൾ കൊണ്ടുപോകുന്നതെന്നൊക്കെ. പിന്നെ അങ്ങോട്ട് ഫുൾ കോൺവെർസേഷൻ അവർ രണ്ടുപേരും കൂടിയായിരുന്നു. ഒരു 5-6 കിലോമീറ്റർ അപ്പുറമായിരുന്നു കേട്ടോ മറ്റേ ആൾ ഉണ്ടായിരുന്നത്. അങ്ങനെ ആ ആൾ തന്നെ നമുക്ക് അവിടെ ഒരു റൂം എടുത്തു തന്നായിരുന്നു കേട്ടോ. 800 രൂപയായിരുന്നു. പക്ഷേ അതിൻ്റെ വീഡിയോസ് എല്ലാം എൻ്റെ മിസ്സായി. കുറേ വീഡിയോസ് എടുത്ത് വെച്ചിരുന്നതാണ്, ഇപ്പോൾ ഒന്നും കാണാതെ എങ്ങനെയോ ഡിലീറ്റ് എന്തോ ആയിപ്പോയെന്ന് തോന്നുന്നു. നമ്മളുടെ ഒരു നൈറ്റ് മാത്രമായിരുന്നു കേട്ടോ. അത്യാവശ്യം കൊള്ളായിരുന്നു, നല്ല റൂമായിരുന്നു, ഹീറ്ററൊക്കെ വർക്കിംഗ് ആയിരുന്നു. അപ്പോൾ എങ്ങനെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടല്ലോ. ബാക്കി വിശേഷങ്ങളായിട്ട് വേറൊരു വീഡിയോയിൽ വരാവേ. ബൈ ബൈ.